പ്രിയരെ, 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം നമ്മളോട് ഇങ്ങനെ പറയുന്നു: ഈ വലിയ സമൂഹത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഈ ജീവിതം എന്ന ഈ മഹാസമുദ്രത്തിൽ ഒരുപാട് തിരകളുണ്ട്. ആ തിരകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന തിരകൾ ഒന്ന് ലക്ഷ്യമിടുന്നു: ആ കരയെ കീഴടക്കണം. എന്നാൽ പഞ്ചസാര മണൽത്തരികൾ കൊണ്ട് അതിനെ അതിരുവച്ചിരിക്കുന്ന ദൈവത്തെ മറികടന്ന് അതിന് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, സെറുബാബേലിന്റെ മുമ്പിൽ ഒരു മഹാപർവ്വതം എന്ന പോലെ, ബാലകനായ ദാവീദിന്റെ മുമ്പിൽ മല്ലനായ ഗോലിയാത്ത് എന്ന പോലെ നിനക്ക് ഓപ്പോസിറ്റ് വലിയ ഒരു എതിരാളി നിൽക്കുമ്പോൾ, വലിയ ഒരു എതിർപ്പ് നിൽക്കുമ്പോൾ, വലിയ ഒരു സമൂഹം നിൽക്കുമ്പോൾ നീ പതറിപ്പോകരുത്, ഭയപ്പെട്ടു പോകരുത്. ഇന്ന് ദൈവവചനം നിന്റെ കാതിൽ കേൾക്കുമ്പോൾ തന്നെ നീ നിന്നോട് തന്നെ നോക്കി പറയുക: എന്നെ സഹായിപ്പാൻ കഴിയുന്നൊരു ദൈവം ഉണ്ട്, എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹേ സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നിന്നെ സമഭൂമിയാക്കി തീർക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹേ ബാല്യം മുതൽ യോദ്ധാവായ മല്ലൻ ഗോലിയാത്തെ, നിന്നെ എൻ്റെ മുമ്പിൽ നിലംപരിച്ചാക്കുന്ന ഒരു ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ പേടിക്കുകയില്ല. ഈ സമയം ദൈവവചനം കേൾക്കുമ്പോൾ നീ നിന്നോട് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ നീ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യും? സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, വെറുതെ എന്നെ ദ്രോഹിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെറുതെ അവർ നിന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുവാണോ? ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവാണോ? അവർ നിനക്കെതിരെ നിന്ദയും ദൂഷണവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? തളർന്നു പോകണ്ട, വിഷമിക്കണ്ട, അവരുടെ എതിർപ്പുകളെ കാര്യമാക്കണ്ട. ദൈവം നിന്നോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പ്രവാചകനിലൂടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇറ്റ്സ് മൈ പ്രോമിസ്. ഇത് എൻ്റെ വാഗ്ദത്തമാണ്, ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന നിയമമാണ്. ദൈവം നിന്നെ കാക്കുവാൻ ശക്തനാകയാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഭയപ്പെടാതെ, ഭ്രമിക്കാതെ, ഈ വലിയ സമൂഹത്തെ കണ്ട് പേടിക്കാതെ ധൈര്യമായിരിക്കുക. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. അവൻ ഹാൻഡിൽ ചെയ്യും, അവൻ ഫേസ് ചെയ്യും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കിടക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ സർവശക്തനാകുന്ന ദൈവത്താൽ നീ ഇതെല്ലാം ഓവർകം ചെയ്യും. നിന്നെ രക്ഷിക്കുവാൻ അവൻ നിന്നോട് കൂടെ വീരനായ സർവശക്തനായ ദൈവമായി ഒപ്പമുണ്ട്. അവൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുന്നു. മുന്നോട്ട് പോകുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന്, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനയോടും അത്രയെന്ന് പൗലോസ് പറയുമ്പോൾ തിരിച്ചറിയുക, ഈ പോര് നിന്നോടല്ല, നിന്നിലെ അഭിഷേകത്തോടും നിന്നിലെ ദർശനത്തോടും നിന്നിലെ ദൈവിക വാക്തത്വങ്ങളോടുമാണ്. നിന്നിലെ ഈ ലോകത്തിൻ്റെ അധിപതിക്ക് ഫേസ് ചെയ്യാൻ ഭയമുള്ള അഭിഷേകത്തിൻ്റെ ശക്തിയോടാണ്. ഈ ലോകത്തിൻ്റെ അധിപതി പോരാടുമ്പോൾ നീ ധൈര്യമായിട്ടിരിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് എഴുതിയിരിക്കുന്ന പോലെ സകലത്തെയും ലഭിക്കാനിരിക്കുന്ന തേജസ്സോർത്ത് നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിലും ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിലും ഈ കൂരിരുട്ടിൽ കൂടെ കടന്നു പോകുമ്പോഴും ഈ ആഴങ്ങൾ നിന്നെ മൂടുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴും നീ പറയുക: എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്ന കൊണ്ട്, അവൻ എൻ്റെ പക്ഷത്ത് ഉള്ളതുകൊണ്ട് ഞാൻ പേടിക്കയില്ല, ഭ്രമിക്കുകയുമില്ല. കർത്താവിൽ ഞാൻ പ്രത്യാശ വെച്ച് മുന്നേറും, ജീവിക്കും എന്ന് തീരുമാനിക്കുക.
ദൈവം നിന്നോട് കൂടെയിരിക്കും. ഏത് കടലിൻ്റെ തിരയിലും അവൻ നടന്നു വരും. ഏത് കാറ്റിനെയും അവൻ ശാന്തമാക്കും. അവൻ നിന്റെ ജീവിതത്തെ കരപറ്റിക്കും. നിന്നോടുള്ള വാക്തത്വവും നിന്നോടുള്ള നിയമവും ഓർത്ത് അവൻ നിന്നോട് അരുളി ചെയ്തതുപോലെ നിവർത്തിക്കും. ഗോലിയാത്ത് വീണുപോയി. മഹാപർവ്വതം സമഭൂമിയായി തീർന്നു. വലിയ സമൂഹത്തിന് മുമ്പിൽ ദൈവജനം ജയാളിയായി. നീ തോറ്റുപോകത്തില്ല. നിന്നോട് എതിർക്കുന്നവർ തോറ്റുപോകും. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്താണ് ദാവീദ് പറയുന്നത്? ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ഞാനോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവരോ കുനിഞ്ഞ് വീണുപോയി, ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. വീണുപോയെന്ന് നിന്നെ നോക്കി പറയുന്നവർ, കൃപയിൽ നിന്ന് താഴെ പോയെന്ന് നിന്നെ നോക്കി പറയുന്നവർ, ഇനി നീ എഴുന്നേക്കത്തില്ല, കടന്നുപോയി കിടപ്പിലായി എന്ന് നിന്നെ നോക്കി പറയുന്നവർ, നീ തളർന്നു തരിപ്പണമായി, ഇനി ഉയർന്നു വരത്തില്ല നിന്റെ ബിസിനസ്, നിന്റെ മിനിസ്ട്രി, നിന്റെ വിഷൻ, നിന്റെ സ്വപ്നം, നിന്റെ എഡ്യൂക്കേഷൻ, നിന്റെ കുടുംബം, നിന്റെ സഭ എല്ലാം തകർന്നെന്ന് പറയുന്നവരുടെ മുമ്പിൽ ദൈവത്തിൽ ആശ്രയിച്ച നീയോ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകനെ പോലെ ചിറകട്ടിച്ചു കയറും. നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. മീഖായേലിന്റെ 6, 7, 8 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എൻ്റെ വെളിച്ചമായിരിക്കുന്നു. ഈ സമയം നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. വീണയിടത്തു നിന്ന് വീണ്ടും നിന്നെ എഴുന്നേൽപ്പിക്കും, പ്രകാശിപ്പിക്കും, നിവർത്തി നിർത്തും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ മഹത്വം വെളിപ്പെടും. May God bless you.